ഗൈസ്, ഞങ്ങൾ ഇതേ വന്നേക്കണത് ഇപ്പോൾ വേറൊരു വിഭവമായിട്ട് തന്നെ വന്നേക്കണേ. വേണ്ട, ഇത് പച്ചമാങ്ങയാണ് കേട്ടോ. ഇത് മൂവാണ്ട മാങ്ങയാണ്. അപ്പൊ മൂവാണ്ട മാങ്ങ ഒക്കെ സീസണുള്ള മാങ്ങയുടെ. അപ്പൊ മൂവാണ്ട മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു. പിന്നെ ഇത് ലൈം ജ്യൂസാണ്. അപ്പൊ രണ്ട് വെറൈറ്റി ഇതായിട്ടാണ് വന്നേക്കണേ. ഇത് ലൈം ജ്യൂസ് ആണെങ്കിൽ ഇത് പച്ചമാങ്ങയെ ജ്യൂസ് അടിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ മൂവാണ്ട മാങ്ങ ഉള്ളവർ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതേ പുതിയനില, പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്തുകൂടെ. നമ്മൾ കുറച്ചാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്, കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഞാൻ. ഇത് ഇത്രയും വേണ്ടാണ്. പൈനാപ്പിൾ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യും. കാരണം ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി പോകും. പുറത്ത് വാങ്ങിക്കുന്നത് എപ്പോഴും നിങ്ങൾക്കറിയാലോ എല്ലാം നല്ലതല്ല. അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നറിയാം. ചിലവർ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. ഞാനൊക്കെ ഏകദേശം ഞങ്ങളെല്ലാം സുമയായാലും ഞാനായാലും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതേ നാരങ്ങ, ഇതെല്ലാം കഴുകിയൊക്കെ വെച്ചിരിക്കണതാണ് എല്ലാം നേരത്തെ കേട്ടോ. അപ്പൊ ഇത് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് മുറിച്ചിടണം. അതെ, ഈ ഒരു പൈനാപ്പിളിന്റെ കഷ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ മുറിച്ചിടണം ഇതില്. ഇതിന് പിന്നെ ഐസ് വെള്ളം ഇടൂട്ടോ. ഐസ് വെള്ളമാണെങ്കിലും ഐസ് കട്ടയൊക്കെ ഇട്ടാൽ മതി. പിന്നെ രണ്ട് പീസാണ് ഇടുന്നത്. 2 പീസിന്റെ ആവശ്യമില്ല. കാരണം കടയിൽ ഇത്ര ഒന്നും ഇടില്ല. ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് കടയിൽ നമ്മൾ വാങ്ങിക്കുന്നേക്ക് ഇത്ര ഒരു പീസാണ് നമ്മൾക്ക് അവരിട്ട് തരുന്നത്. പിന്നെ ഇഞ്ചി ഒന്നും ഇടുന്നത് ഞാൻ കാണാറില്ല കേട്ടോ. വലിയ ജ്യൂസ് കടയിലൊക്കെ, സാധാ ജ്യൂസ് കടയിലൊക്കെ, വലിയ കടയിലൊക്കെ പോയാൽ 40 രൂപയ്ക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഇടുന്നത് ഞാൻ കാണാറില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും എപ്പോഴും വാങ്ങിക്കാറില്ല. ഇപ്പം ഞാൻ വാങ്ങിക്കാറുമില്ല, ഇപ്പം കഴിക്കാറില്ല കേട്ടോ. ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. കുറച്ച് ടൈറ്റിങ് നോക്കുന്നുണ്ട് വണ്ണം കുറയാനൊക്കെ. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ പഞ്ചസാരയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത് റെഡിയാക്കി ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ നാരങ്ങ ഞാൻ പിഴിഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, 2 നാരങ്ങ നീര് പിഴിഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയനില അന്ന് നമ്മളിതേ വെള്ളത്തിൽ കഴുകി ഞാനിവിടെ നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇത് ഒരുപാട് നോക്കിയിട്ടുണ്ട്. ഇത് കിട്ടാറില്ല എനിക്കിപ്പോൾ. പക്ഷെ ഇപ്പം എനിക്ക് കിട്ടി. എന്താ പ്രശ്നമല്ലേ? കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചതൊക്കെ എന്തൊക്കെയാ ഒരു തെളിച്ചിട്ടൊക്കെ ഉണങ്ങി വെച്ചിരിക്കണതല്ലേ. ഇതൊക്കെ നമ്മൾ ഫ്രഷായിട്ട് നമുക്ക് പുതിയനില കിട്ടി. ഇനി ഞാൻ അതിനെ വളമൊക്കെ ചെയ്ത് നോക്കണതായിരിക്കും ഗൈസ്. ഇത് എല്ലാം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് കൊണ്ടുപോയിട്ട് നാരങ്ങ നീരും ഒഴിച്ച് നല്ലപോലെ ഇതിനെ ഐസും ഇട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് 2 ടീസ്പൂൺ പഞ്ചസാര ഇടണം ആദ്യം. 2 ടീസ്പൂൺ പഞ്ചസാര കണ്ടോളൂ. 2 ടീസ്പൂൺ ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഐസ് പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് എടുക്കണം. നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമുക്ക് മധുരമൊക്കെ നോക്കാം. മധുരം ഉണ്ടോ എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ എത്രത്തോളം വെള്ളം നമുക്ക് വേണം അതൊക്കെ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ അനുസരിച്ച്. ഞാൻ കുറേ വെള്ളം ഒഴിക്കാം, എന്നാലും വേണമല്ലോ. ഫ്രഷ് ലൈമാകുമ്പോൾ അത്യാവശ്യം വേണമല്ലോ. അതേ ഗ്ലാസ് എടുത്ത് നമ്മൾ 2 ഗ്ലാസ്സിൽ നമ്മളിപ്പോൾ ഇത് ഒഴിക്കാം കേട്ടോ. ഒഴിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. എന്താ ഫ്രഷല്ലേ നോക്കി, സൂപ്പർ സാധനം കേട്ടോ. ഇതിപ്പോൾ വീണ്ടും നമ്മൾ എന്തായാലും കടയിൽ നമുക്ക് വാങ്ങിക്കുക. പക്ഷെ വീട്ടിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും വീട്ടിൽ നിങ്ങൾ പറ്റുന്നവരൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കണം. മധുരം നോക്കണം കേട്ടോ. മധുരം നോക്കി, ഞാനിപ്പോൾ മധുരം നോക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് മധുരം പാകമാണ് ഞങ്ങൾ. അപ്പോൾ ഇതേ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യും. ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇനി ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് സൂപ്പർ, രക്ഷയില്ല ഗൈസ്. ഇനി അടുത്തത് കണ്ട മൂവാണ്ട മാങ്ങൻ ജ്യൂസാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ മുറിച്ച് ഇതിനെ നന്നായിട്ട് ചെത്തി ഞാൻ കഴുകി കൊണ്ടുവന്നിട്ട് കാണിക്കാം ഗൈസ്. ഗൈസ് കണ്ട, ഇത് ഞാൻ ചെത്തി കൊണ്ടെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. കത്തി ചെറുതായതുകൊണ്ടേ നോക്കി മുറിക്കണം. മുറിച്ച് കുറവാണ്, പക്ഷെ ആ കത്തിയാണ് ഭയങ്കര മുറിച്ച്. നല്ല ചെനച്ച മാങ്ങയായിരിക്കും, എന്നാൽ പഴുക്കാനും പാടില്ല. ഓക്കെ, ഇത് നല്ല ചുവന്നു
അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനിപ്പോൾ ഞാൻ മുറിച്ച് 2 ദിവസം വയ്ക്കുന്ന വെച്ച് പഴുത്ത് പോകും. അതുകൊണ്ട് ഉള്ളിപ്പഴും പഴുത്ത് റെഡിയായിട്ട് വരാം. പച്ചക്കാണ് നമ്മൾ ഇതിനടിക്കുക. ഇത് നല്ല അത്യാവശ്യം ഇപ്പോൾ പുളി ഉണ്ടാവും, മധുരം ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ എല്ലാം ചെത്തി എടുത്തിട്ട് നമ്മൾ മറ്റേ ജ്യൂസറിൽ നമ്മൾ അടിക്കണില്ല, അതിലിടാൻ പറ്റില്ല. ഇത് നല്ലതായിട്ട് നമ്മൾ അരിക്കില്ല ഗൈസ്, നല്ലപോലെ അടിച്ചെടുക്കണം. ഇനിയെല്ലാം മാങ്ങകളൊക്കെ പഴുത്ത് പോവാ, കഴിഞ്ഞു പോവാ. ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരിയിൽ നിന്ന് കിട്ടിയതാ ഗൈസ്. നല്ല മാങ്ങയായിരുന്നു, നല്ല വലിയ മാങ്ങയായിരുന്നു. രാവിലെ ഫ്രഷാണ്, രാവിലെ പോയി ഞാൻ എടുത്തു. ഫ്രഷ് വാടിയ മാങ്ങ ജ്യൂസ് അടിച്ചാൽ കൊള്ളത്തില്ല കേട്ടോ. പച്ചമാങ്ങയെ വാടിയതൊന്നും എടുക്കരുത്. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മരങ്ങൾ ഉണ്ടായ അന്ന് തന്നെ പോയി പൊട്ടിച്ച്, തലേ ദിവസം പൊട്ടിച്ച് വെക്കേണ്ട. ഇപ്പം തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് ആരെങ്കിലും നമ്മൾ ഗസ്റ്റൊക്കെ വരില്ലേ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് നമുക്ക് നേരത്തെ കാണിച്ച് ഫ്രഷ് ടൈമായാലും നമ്മുടെ വീട്ടിൽ പൈനാപ്പിളും മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ പുതിനയിലേ നമ്മൾ വെച്ചാൽ മതി. ഇഷ്ടം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കും ഫ്രിഡ്ജിൽ. അപ്പോൾ മോനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും ഒരു ഗ്ലാസ് ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോൾ ഇപ്പം അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. അപ്പം ഈ മധുരം നിർത്തിയ കാരണം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഷ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വാങ്ങി ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി ഒരു ദിവസം, വെറുതെ ചുമ്മാ നമ്മൾ പോയതാണ്. അപ്പം ഉണ്ട് അവളുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്വീകരണം ആദ്യമായിട്ട് പോയതാണ്. അപ്പോൾ പെങ്ങൾ തന്നെ ഉണ്ടായി, ഇവളുടെ നാത്തുമ്പോൾ. അവൾ പോയി ഓടിപ്പോയി ചേച്ചി അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞ് മാങ്ങ എടുത്തുകൊണ്ടിന് അപ്പോൾ തന്നെ അടിച്ചു ഫ്രഷായിട്ട് സൂപ്പർ. അപ്പം ഞാൻ ഇവളോട് ചോദിക്കുക ചെയ്തത് ഇത് എങ്ങനെയാണ് മോളെ. അന്നാണ് ഞാൻ ഈ പച്ചമാങ്ങ, സത്യം പറഞ്ഞ പച്ചമാങ്ങ ജ്യൂസ് കഴിക്കുന്നത്. പച്ചമാങ്ങ ജ്യൂസ് ഭയങ്കരമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അന്നാ കഴിക്കുന്നത്, വർഷങ്ങളായിട്ടാണ്, എന്താ പറയുക ഒരു 5 വർഷമൊക്കെ. അപ്പം പിന്നെ അതേ ഇടയ്ക്ക് ഞാൻ അപ്പോൾ അവർ പറയുകയും ചെയ്തു, മൂവാണ്ട മാങ്ങയിലാണ് ഈ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാൽ ടേസ്റ്റ് വരാം. മൂവാണ്ട മാങ്ങ അതിലാണ് കൂടുതലും നമുക്ക് അടിക്കാവോ എന്ന്. അതുകൊണ്ട് ഞാൻ എവിടെ പോയി ഈ മൂവാണ്ട മാങ്ങ എനിക്ക് കിട്ടിയാലും പച്ച കിട്ടിയാലും, എനിക്ക് ഇവിടങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇവിടെ പച്ച മാങ്ങ കിട്ടാൻ പ്രയാസമില്ല ഗൈസ്. മാങ്ങയുണ്ട്, ചക്ക, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനത്തെ എല്ലാം കൃഷി ചെയ്യുന്ന നാടാണ് ഇവിടെ. അപ്പം നമ്മൾ എവിടെയും എല്ലാം നമ്മുടെ കൂട്ടുകാരുകളാണ്. എവിടെ പോയാലും നമുക്ക് എല്ലാവരും തരും. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനായാലും ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സുമാരെ വീട്ടിലായാലും പച്ചക്കറി അത്യാവശ്യം ഞങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് പച്ചക്കറി ഇനി ഞങ്ങളത് കൂടുതൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിൽ തന്നെ ഞങ്ങൾ കണ്ടെത്തും ഞങ്ങൾ കറി വയ്ക്കാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ മേടിക്കുന്നത് പുറത്തുനിന്ന് ഇറച്ചി മീനും അങ്ങനെ. ബാക്കി ഞാനെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കടച്ചക്കയായാലും വെണ്ടയ്ക്ക എല്ലാം ഉണ്ട്. പച്ചമുളക് ആവശ്യത്തിന് നമ്മൾ അങ്ങനെയെല്ലാം ഓരോന്നും നമ്മുടെ ആവശ്യത്തിൻ്റെ നമ്മൾ മായം ഇല്ലാതെ കഴിച്ചുകൂടെ. ഇപ്പം എല്ലാം നമുക്ക് ആഡ് ചെയ്ത് വരുന്നതെല്ലാം മായം ചെയ്ത് ചേർത്തിട്ടാണ് വരുന്നത്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ രോഗങ്ങളും നമ്മൾ കുറയുന്നുമില്ല, കൂടിക്കൊണ്ടിരിക്കുക. പിള്ളേർക്കായാലും നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും വരുന്നവർക്കായാലും ഇങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിന് സന്തോഷം, നമ്മൾ ഹാപ്പിയാവും. എനിക്കങ്ങനെ കൊടുക്കുക ഭയങ്കര, മറ്റുള്ളവർക്ക് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് ചെയ്തിട്ടു. ആ പെൺകുട്ടി അന്ന് ഇഞ്ചിയൊന്നും ഇട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇത് അടിച്ചപ്പോൾ എനിക്കൊരു ഇഷ്ടം ഇഞ്ചിൻ്റെ ആളാണ് ഞാൻ. ചതച്ചിട്ട് ഞാൻ വെറുതെ നമ്മൾ വയറൊക്കെ സുഖമില്ലാണ്ടാകുമ്പോൾ ഒരു ദിവസം ഇഞ്ചി കഴിച്ച് നോക്കിയാൽ സൂപ്പറാണ്. അപ്പം ഞാൻ അന്ന് ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ ഒരു ഗസ്റ്റ് വന്നായിരുന്നു. ഞാൻ അടിച്ചത് ഓർമ്മയില്ല, ഏതും വർഷങ്ങൾക്ക് മുമ്പാട്ടാ. അപ്പം ഞാൻ വെറുതെ എൻ്റെ ഒരു ഇതിലെ ഐഡിയയിൽ വെച്ചിട്ട് ഞാൻ ഒരു കഷ്ണം ചെറിയ പീസ് ഉണ്ടാക്കും. ഇത്രയും ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 3 ഗ്ലാസ് ഉണ്ടാവും. ആദ്യം വെള്ളമാക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടാൽ സൂപ്പറായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാകത്തിന്, ഇനി ഇതിൽ മധുരം കുറേ ചെയ്യാൻ പറ്റില്ല, നമുക്കിത് നോക്കിയിട്ടേ പറ്റുള്ളൂ. ഇത് ഞാനിപ്പോൾ ഇത്രയും ഇട്ടിട്ട് അരച്ചിട്ട് നമുക്ക് ഇടാം. ഇത് അരച്ച് ജ്യൂസ് അടിച്ച് കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് റെഡി. പണിയെടുക്കാൻ അതായത് താല്പര്യമുള്ളവർ, മടിയില്ലാത്തവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എല്ലാം കിട്ടും. കണ്ടാ നോക്കിയേ, നമുക്ക് പാകത്തിന് ഞാൻ കൊണ്ട് അടിച്ചു കൊണ്ടുപോകും. ഞാൻ മധുരം ഒരു 3/4 ടീസ്പൂൺ ഇത് കൊണ്ട് ഇട്ടുട്ടാ. പിന്നെ ഇതുകൊണ്ട് അപ്പോൾ ഏകദേശം ഒരു 2.5 ടീസ്പൂൺ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മാങ്ങ ഇട്ടു, മാങ്ങ, പഞ്ചസാര, ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിൽ ചിലവർ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്കങ്ങനെ ഇഷ്ടപ്പെടാറില്ല. നമ്മുടെ കാന്താരി മുളകില്ലേ പച്ച, അത് ഒരു മുളക് ചെറുത്, കുറേ ഇടരുത്.
ഒരു 4 ഗ്ലാസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പച്ചമാങ്ങയിൽ ഈ കാന്താരി മുളക് നല്ലതാണ്, അതിട്ട് ജ്യൂസ് അടിക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഗൈസ്. അപ്പം ഞാൻ ഇതിൽ വെച്ച് ഇതും ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്താ പവർ! ഇതുപോലെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുമോ? ഒന്നും കിട്ടില്ല. അവർക്ക് ബിസിനസ് തന്നെ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളതിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാലും എല്ലാം അങ്ങനെ തന്നെ. സൂപ്പർ. ഇതിനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാനിപ്പോൾ പറയാം. ടേസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഇത് 2 ജ്യൂസും, അതായത് ഫ്രഷ് ലൈമും ഇതൊരു ജ്യൂസും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എനിക്ക് എൻ്റെ കമൻറ്റിൽ ഇത് വന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു പരിപാടിയായിട്ട് അടുത്തൊരു എന്തെങ്കിലും ഇതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നും എന്തെങ്കിലും ഇടാമെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, ഞാനും ബിസിയാണ്, സുമയും ബിസിയാണ്. എന്നാലും നമുക്ക് ഇടയ്ക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്രത്യേകം പറയുന്നു, എല്ലാവരോടും സ്നേഹവും നന്ദി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റും തരണം. എന്തെങ്കിലും എന്നിൽ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പലവരും വിളിച്ചില്ല മെസ്സേജ് ഇട്ട് പറയുന്നുണ്ട്. ഇന്നൊരു സുഹൃത്ത് വിളിച്ചപ്പോൾ മെസ്സേജിൽ പറഞ്ഞു എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതും നല്ലതാണ്, നമ്മളതെല്ലാം തിരുത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് നിങ്ങൾ ചെയ്യണം. പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ വേറൊരാളും പലരും പല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അപ്പം നിങ്ങൾ പറയണതൊന്നും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ പേടിക്കണമെന്ന് പലരും ചോദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ 3-4 വീഡിയോ വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ അങ്ങനെ ചെയ്ത് ഓക്കെ ആവും. നിങ്ങളുടെ ഒരാളായിട്ട് ഞാൻ മാറും. അപ്പോൾ എനിക്ക് പേടിക്കില്ല. നിങ്ങൾ ഇത് വന്ന് സംസാരിക്കുന്ന മാതിരി തന്നെ നമുക്ക് തോന്നിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാം. ഇതന്നെ ഞാൻ ആദ്യമായിട്ട് തന്നെ എല്ലാവരും ചോദിക്കുക എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം, ഇതെങ്ങനെ നീ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യണേന്ന് ചോദിക്കാറുണ്ട്, സംസാരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങളോട് പറയാമല്ലോ. ഇന്നും കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ പതുക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് ഒരു ഫോട്ടോ ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്ത് തന്നെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വിഭവമായിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ അധികം വൈകാതെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.